ഇപ്പോൾ ഫോൺ പേ വഴി നമ്മൾ മറ്റുള്ളവർക്ക് അവരുടെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റായി അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഫോൺ പേ വഴി പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ അയക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ പേ വഴി എങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റായിട്ട് പൈസ അയക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ ടു ബാങ്ക് ആൻഡ് സെൽഫ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പം ഇതിൽ നമുക്ക് മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് പൈസ അയക്കേണ്ടത്. അപ്പം ടു അതേഴ്സ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ മുമ്പ് ആർക്കൊക്കെയാണോ അയച്ചത് അവരുടെയൊക്കെ കോൺടാക്ട്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് പൈസ അയക്കാവുന്നതാണ്, മുമ്പ് അവർക്ക് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ. അതല്ല പുതിയൊരു ട്രാൻസാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആഡ് ബെനിഫിഷ്യറി അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ബാങ്ക് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എൻ്റെ കേസിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. അപ്പം ആരുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ അയക്കേണ്ടത് അവരുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ IFSC കോഡ് ചിലപ്പം എൻ്റർ ചെയ്യാൻ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IFSC കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ IFSC കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പം SBIയുടെ IFSC കോഡ് ആണെന്നുണ്ടെങ്കിൽ IFSC കോഡ് ഓഫ് SBI എന്നിട്ട് ഏതാണ് ബ്രാഞ്ച് എന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ IFSC കോഡ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ കാലിക്കറ്റ് ബ്രാഞ്ച് എന്നോ അല്ലെങ്കിൽ മലപ്പുറം ബ്രാഞ്ച് എന്നോ ഏതാ ബ്രാഞ്ച് വെച്ചാൽ ആ കറക്റ്റ് ബ്രാഞ്ചിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പം IFSC കോഡ് കിട്ടും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഈ ഒരു കേസിൽ IFSC കോഡ് വേണ്ട, അവർ ഡയറക്റ്റ് സെലക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ പ്രൊസീഡ് ടു പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ അയക്കേണ്ട പൈസയുടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ UPI ID എൻ്റർ ചെയ്യാൻ പറയും. UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. UPI ID എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും പേയ്മെൻറ്റ് സക്സസ്ഫുൾ, അവൻ പൈസ അവർക്ക് അയച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫോൺ പേ വഴി മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റായിട്ട് പൈസ അയച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.